ഹായ് എവരിവൺ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പാലിയോലിത്തിക് പീരീഡിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പർ പാലിയോലിത്തിക് പീരീഡിലാണ് റോക്ക് പെയിന്റിങ്സിന്റെ ആദ്യത്തെ എവിഡൻസ് ലഭിച്ചതെന്നും പറഞ്ഞു. ആൻഷ്യൻ ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ ആർട്ട് ആൻഡ് കൾച്ചറാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മെയിൻ ഏരിയ. ആയതിനാൽ ആ പീരീഡിലെ പെയിന്റിങ്സിനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. എന്നിട്ട് മീസോലിത്തിക്കും നിയോലിത്തിക് പീരീഡിനെ കുറിച്ചും പഠിക്കാം. ഈ കാലഘട്ടത്തിലാണ് കലാപരമായ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് വ്യാപിച്ചത്, അതായത് അപ്പർ പാലിയോലിത്തിക് പീരീഡിൽ. ഇവിടെ അത് മെയിൻലി പെയിന്റിംഗ് ആണ്. ഇപ്പൊ ഡാൻസ് ചെയ്യുന്ന മനുഷ്യരൂപങ്ങളുടെയും ഫോക്സിന്റെയും കുറെ കാലുകളുള്ള പല്ലികളുടെയും ഒക്കെ. പിന്നെ നമ്മൾ പണ്ടൊക്കെ വരക്കലില്ലേ, ഫസ്റ്റ് നമ്മൾ പെയിന്റിംഗ് എന്ന് പറഞ്ഞിട്ട് ആദ്യം പെൻസിലും പേപ്പറും കിട്ടിയപ്പോൾ വരച്ച വടി പോലുള്ള മനുഷ്യരൂപങ്ങൾ, പിന്നെ കുറെ ഡോട്ട്സ്, വേവ്സ്, ലൈൻസ്, അങ്ങനെയുള്ള ജോമെട്രിക് ഡിസൈൻസ്, ഇതൊക്കെയായിരുന്നു അവരുടെ മെയിൻ തീം എന്ന് പറയുന്നത്. ഇത് എവിടെയൊക്കെ കണ്ടു നോക്കാം, കാരണം ഈ പെയിന്റിങ്സിന്റെ എവിഡൻസ് നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടി നോക്കാം. ഉത്തരാഖണ്ഡിലെ അൽമോറയിലെ ലാക്കുദിയാർ കേവില് അവിടെ കൈകൊണ്ടാണ് വരച്ചത്. കൈകൊണ്ട് വരച്ച മൃഗങ്ങളുടെ രൂപം, മനുഷ്യരൂപം, പിന്നെ ടെക്ടിഫോം എന്ന് വെച്ചാൽ മേൽക്കൂര പോലെയുള്ള ഷേപ്സ്, അതൊക്കെയാണ് അവിടെ വരച്ചതായിട്ട് നമുക്ക് കണ്ടുകിട്ടിയത്. പിന്നെ അവരതിനു വേണ്ടി ഉപയോഗിച്ച കളേഴ്സ് എന്ന് പറയുന്നത് റെഡും ബ്ലാക്കും വൈറ്റും ആണ്. വേറെ എവിഡൻസ് കിട്ടിയ ലൊക്കേഷൻസ് പറയുന്നത് തെലങ്കാനയിലെ കുപ്ഗല്ലു എന്നുള്ള സ്ഥലം, കർണാടകയിലെ പിക്ലിഹൽ, തെക്കൽക്കോട്ട, മധ്യപ്രദേശിലെ ബിംബേഡ്ക, ജോഗിമാര, തമിഴ്നാട്ടിലെ കരുക്കിയൂർ, അത് കിൽക്കോട്ടഗിരി മലയിലാണ്. അതിന് 5000 വർഷം പഴക്കമുണ്ട്. കൂടാതെ ആന്ധ്രയിലും ഉത്തർപ്രദേശിലും കേരളത്തിലും ബീഹാറിലും ഒക്കെ അപ്പർ പാലിയോലിത്തിക് പീരീഡിലെ പെയിന്റിങ്സിന്റെ എവിഡൻസ് ലഭിച്ചിട്ടുണ്ട്. പാലിയോലിത്തിക് പീരീഡിന്റെ ഒരു മേജർ സൈറ്റ് ആയിരുന്നല്ലോ മധ്യപ്രദേശിലെ ബിംബേഡ്ക റോക്ക് ഷെൽട്ടർ. നമ്മൾ മുമ്പ് പഠിച്ചു, ലോവർ പാലിയോലിത്തിക് ആയാലും മിഡിൽ പാലിയോലിത്തിക് ആയാലും അപ്പർ പാലിയോലിത്തിക് ആയാലും ഒരു മേജർ ലൊക്കേഷൻ ആയിരുന്നു ബിംബേഡ്ക റോക്ക് ഷെൽട്ടർ. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. 800 കേവ്സിൽ 500 എണ്ണത്തിലും പെയിന്റിങ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ തീംസ് എന്ന് പറയുന്നത് ഹണ്ടിങ്, ഡാൻസിങ്, ആനിമൽ ഫിഗേഴ്സ്, തേൻ ശേഖരിക്കുന്നത്, ബോഡിയിൽ ഡെക്കറേറ്റ് ചെയ്തത്, ഹൗസ് ഹോൾഡ് സീൻസ്, അതായത് വീട്ടുജോലികൾ ചെയ്യുന്നതിൻ്റെ ഒക്കെ വൈഡ് വെറൈറ്റി ഓഫ് തീംസ് ഉണ്ടായിരുന്നു. കളേഴ്സും അവർ ഏകദേശം എല്ലാ കളേഴ്സും, അവർക്ക് ലഭിക്കാവുന്ന എല്ലാ കളേഴ്സും അവർ ഉപയോഗിച്ചിരുന്നു. പക്ഷെ അതിൽ ഇല്ലാത്തൊരു നിറം എന്ന് പറയുന്നത് നീല നിറമായിരുന്നു. അപ്പം അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നീല നിറം അവർ ഉപയോഗിച്ചിരുന്നില്ല എന്ന്, അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. കളേഴ്സൊക്കെ അവർ കല്ലുകൾ പൊടിച്ചൊക്കെയാണ് ശേഖരിച്ചത്, അല്ലെങ്കിൽ ഇലകളിൽ നിന്നൊക്കെയാണ് അവര് ശേഖരിച്ചത്. ഇപ്പൊ ചുവപ്പ് നിറം എന്ന് പറയുന്നത് ഹാമറ്റൈറ്റ് കല്ലുകളിൽ നിന്നാണ്. അപ്പൊ ഹാമറ്റൈറ്റ് കല്ലുകളിന് ഒരു റെഡിഷ് കളറാണല്ലോ, അപ്പം അത് പൊടിച്ചാണ് റെഡ് കളർ എടുത്തത്. അതുപോലെ പച്ച നിറം ചാൽക്കോഡമി കല്ലുകളിൽ നിന്നും, വെള്ള നിറം ലൈം സ്റ്റോൺ, അതായത് ചുണ്ണാമ്പ് കല്ലിൽ നിന്നായിരുന്നു എടുത്തത്. ഇനി ഇത് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചത് ആനിമൽസിന്റെ ഫാറ്റ്, അല്ലെങ്കിൽ മരത്തിൽ നിന്നൊക്കെ കിട്ടുന്ന പശ, റെസിൻസ്, ഇതൊക്കെയാണ് അതിനെ ഒട്ടി നിൽക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. അപ്പൊ അത് മാത്രമല്ല, അപ്പൊ അവരെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ ഏത് കളർ ആണോ വേണ്ടത് അതിന്റെ ആ കല്ലിന്റെ പൊടി, എന്നിട്ട് അതിന്റെ കൂടെ കുറച്ച് വെള്ളവും മിക്സ് ചെയ്തിട്ടാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ബ്രഷായിട്ട് ചെടികളുടെ നാരുകളാണ് അവർ ഉപയോഗിച്ചത്, പ്ലാന്റ് ഫൈബേഴ്സ്. ഗുഹകളിൽ അവർ 20 ലെയേഴ്സ് ഓഫ് പെയിന്റിംഗ് ആണ് ഉണ്ടായിരുന്നത്. അതായത് ഒരു പെയിന്റിന്റെ മുകളിൽ മറ്റൊരു പെയിന്റിങ്, അങ്ങനെ 20 ലെയേഴ്സ് ഓഫ് പെയിന്റിംഗ് ആണ് ഉണ്ടായിരുന്നത്. അപ്പം അത്രയും ലോങ് ടൈം ഈ ഗുഹകളിൽ താമസിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗുഹന്റെ ഉള്ളിൽ ഒരു ഓഡിറ്റോറിയം പോലെ ഒരു ഏരിയ, അതിനെ ക്യൂപ്യൂൾസ് എന്ന് പറയപ്പെടുന്നു. അപ്പം അത് ഇവിടെ മാത്രം ഉണ്ടായിരുന്ന ഒരു പ്രത്യേകതയാണ്. ഇത്രയാണ് അപ്പർ പാലിയോലിത്തിക് പീരീഡിലെ പെയിന്റിങ്സിനെ കുറിച്ച് നമുക്ക് അറിയാനുള്ളത്. ഇനി നമുക്ക് മീസോലിത്തിക് പീരീഡിനെ കുറിച്ച് പഠിക്കാം. അപ്പം അതിനു മുമ്പ് നമ്മൾ പറഞ്ഞു പാലിയോലിത്തിക്, പ്ലീസ്റ്റോസീൻ, ഐസേജ് നമുക്ക് പറഞ്ഞില്ലേ, അതുപോലെ മീസോലിത്തിക്കും നിയോലിത്തിക്കും ഹോളോസീൻ ഇപ്പോക്കാണ്. അപ്പം അതെന്താന്ന് മനസ്സിലാവണം. അതെന്താന്ന് വെച്ചാൽ ഇവല്യൂഷനിൽ ആദ്യം പ്രൈമറി പീരീഡാണ്, പ്രൈമറി ആനിമൽസ്, പിന്നെ അത് സെക്കൻഡറി പീരീഡ്, പിന്നെ ടെറിഷറി എന്ന് പറയുമ്പോൾ ഏജ് ഓഫ് മാമൽസ് വന്ന കാലഘട്ടം. അത് കഴിഞ്ഞ് ക്വാട്ടേർണറി പീരീഡ് ആണ് ഏജ് ഓഫ് മാൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ടെറിഷറി പീരീഡും ക്വാട്ടേർണറി പീരീഡും സിനോസോയിക് എറയിലാണ്. അപ്പോൾ ഈ ക്വാട്ടേർണറി പീരീഡിലെ ലാസ്റ്റ് 2 ഇപ്പോക്കാണ് പ്ലീസ്റ്റോസീനും ഹോളോസീനും. അപ്പൊ നമ്മളിപ്പോൾ കറന്റ്ലി ഉള്ളത് ഹോളോസീൻ ഇപ്പോക്കിലാണ്. മീസോലിത്തിക് പീരീഡിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 10,000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ 6,000 വർഷങ്ങൾക്ക് മുമ്പ് വരെയാണ്. എന്നാൽ നിയോലിത്തിക് പീരീഡിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 9,000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ 3,000 വർഷങ്ങൾക്ക് മുമ്പ് വരെയാണ്. അപ്പൊ പലർക്കും ഇപ്പോൾ സംശയം തോന്നാം, അവിടെ ഒരു ഓവർലാപ്പിംഗ് ഇല്ലേ എന്ന്. മീസോലിത്തിക് പീരീഡ് അവസാനിച്ചിട്ടല്ലേ അടുത്ത പീരീഡ് തുടങ്ങേണ്ടത്? പക്ഷേ ഇന്ത്യയിൽ പല സ്ഥലത്തും മീസോലിത്തിക് പീരീഡ് ആയിരിക്കെ തന്നെ മറ്റു പല സ്ഥലത്തും നിയോലിത്തിക് സൈറ്റ് പാരലൽ ആയിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 9,000 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുന്നത്. മീസോലിത്തിക് പീരീഡ് ആവുമ്പോൾ ഐസ് ഏജ് അവസാനിച്ചു, ഹോളോസീൻ ആണല്ലോ. പല സ്ഥലത്തും പ്രകൃതിയിലും ഭയങ്കരമായ മാറ്റങ്ങൾ വന്നു.
ചൂട് ഭയങ്കരമായി കൂടി വന്നു, മഴ കൂടി വന്നു. പക്ഷെ ഈ ചേഞ്ചസ് എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരുന്നില്ല. വെസ്റ്റ് ബംഗാളില് ബിർബാൻപൂരിൽ വരൾച്ചയായിരുന്നു കൂടിയത്. പക്ഷെ യു പിയിലെ ദിദ്വാനയിൽ മഴ കൂടി. മധ്യപ്രദേശിന്റെ കിഴക്ക് ചൂടും ഈർപ്പവും കൂടി. അപ്പൊ താമസിക്കാൻ അതൊരു അയോഗ്യമായ ലൊക്കേഷനായി. അപ്പോൾ അവിടെയുള്ളവർ എന്ത് ചെയ്തു? പലായനം ചെയ്തു. ഈ കാലാവസ്ഥാ മാറ്റത്തിന് മറികടക്കാൻ പല സ്ഥലത്തു നിന്നും കൂട്ടപ്പാലായനം നടന്നു. പുതിയ സ്ഥലത്തേക്ക് അവർ കുടിയേറി തുടങ്ങി. പുതിയ സ്ഥലത്തേക്ക് അവർ മാറിയപ്പോൾ മൃഗങ്ങളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിന്റെ എവിഡൻസ് നമുക്ക് രാജസ്ഥാനിലെ ബഘോറില്, ഗുജറാത്തിലെ ലോത്തേശ്വർ, രത്തൻപൂരില്, സെൻട്രൽ ഇന്ത്യയില്, അതായത് ഇപ്പോഴത്തെ മധ്യപ്രദേശിലെ ആദംഗഡ് എന്ന ലൊക്കേഷനിൽ, പിന്നെ ഈസ്റ്റ് ഇന്ത്യയിൽ, അതായത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയിലെ ബംഗാൾ റീജിയൻ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഇതിന്റെ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. അതായത് ആനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു എന്നുള്ളത്. യു പിയിലെ ബലാൻ വാലിയിലെ കൾട്ടിവേഷൻ്റെ എവിഡൻസ്, ഡൊമസ്റ്റിക്കേഷൻ്റെ എവിഡൻസ്, മൺപാത്രങ്ങൾ കിട്ടി. പിന്നെ ശ്മശാനങ്ങളിലൊക്കെ, അതായത് ശ്മശാനങ്ങൾ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഓരോ കുഴിമാടത്തിൽ നിന്നും ഗ്രേവ് ഗുഡ്സ്, അതായത് അതിൻ്റെ കൂടെ അടക്കിയ പല സാധനങ്ങളും ലഭിച്ചു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മീസോലിത്തിക് പീരീഡ് ആകുമ്പോഴേക്കും ഒരു ഡൊമസ്റ്റിക്കേഷൻ്റെ ഒരു സ്റ്റാർട്ടിങ്, കൾട്ടിവേഷൻ്റെ ഒക്കെ ഒരു കൾട്ടിവേറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു ചെറിയ ചെറിയ സ്റ്റാർട്ടിങ്, അതൊക്കെയാണ് ഈ മീസോലിത്തിക് പീരീഡിൽ നടക്കുന്നത്. മൺപാത്രങ്ങൾ പൊതുവേ മീസോലിത്തിക് പീരീഡിൽ ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ യു പിയിലെ ബേലാൻ വാലിയിൽ മീസോലിത്തിക് പീരീഡിൽ എന്തുണ്ടായിട്ടുണ്ട്? മൺപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു എക്സെപ്ഷണൽ പോയിന്റ് ആണ്. ബലാൻ വാലിയിലെ ദന്തമ, മഹാദഹ എന്ന ലൊക്കേഷൻസ് നിന്ന് റൈറ്റ്സ് കൾട്ടിവേറ്റ് ചെയ്ത എവിഡൻസ് ലഭിച്ചിട്ടുണ്ട്. കൃഷ്ണ നദിയുടെ സൗത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഗ്രേവ് ഗുഡ്സ് ലഭിച്ചത്. അപ്പം ഒരുപക്ഷെ അവർ ആഫ്റ്റർ ലൈഫിൽ വിശ്വസിക്കുന്നത് കൊണ്ടാകാം ഗ്രേവ്സിൽ അവർ കൂടുതൽ അവരെ സാധനങ്ങൾ കൂടി വെക്കുന്നത്. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ മീൻപിടുത്തം തുടങ്ങി. കൂടാതെ കൃഷിയും പിന്നെ മൃഗങ്ങളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാനും തുടങ്ങി. നമ്മൾ ഓൾറെഡി പറഞ്ഞു മൃഗങ്ങളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഡോഗ്, ഷീപ്പ്, ഗോട്ട് എന്നിവനെയാണ് അവർ മെയിനായിട്ട് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത്. പക്ഷെ അവർ ഹണ്ടിങ് തന്നെയായിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള രീതി. അപ്പം ടൂൾസ് പിന്നെ വീണ്ടും അഡ്വാൻസ് ആയി, കൂടുതൽ ചെറുതും കൂടുതൽ മൂർച്ചയേറിയതുമുള്ളതായി. മൈക്രോലിത്ത് ടൂൾസ് ആയിരുന്നു ഇവർ ഉപയോഗിച്ചിരുന്നത്. മൈക്രോലിത്ത് എന്ന് വെച്ചാൽ 1 മുതൽ 5 സെന്റിമീറ്റർ വരെ ഉണ്ടാവുള്ളൂ. അതിന്റെ സൈസ് അത്രയേ ഉള്ളൂ. ട്രയാങ്കിൾ, റോംബസ് ഒക്കെ പോലുള്ള ജോമെട്രിക് ഷേപ്സും കൂടാതെ മുൻപ് ഉപയോഗിച്ചതിന്റെ ചെറിയ രൂപങ്ങൾ, അതായത് ബോറേഴ്സ്, സ്ക്രേപ്പേഴ്സിന്റെ ഒക്കെ ചെറിയ രൂപങ്ങളായിട്ടുള്ള നോൺ ജോമെട്രിക് ഷേപ്സ് ഉണ്ടായിരുന്നു. മൈക്രോലിത്ത്സ് അവർ ഉണ്ടാക്കിയത് ക്വാർട്സൈറ്റ്, ചേർട്ട്, ജാസ്പർ, അഗേറ്റ് എന്നീ കല്ലുകളിൽ നിന്നാണ്. പെയിന്റിങ്സ് അപ്പർ പാലിയോലിത്തിക് പീരീഡിനെ പോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു. അപ്പം മൃഗങ്ങളൊക്കെ അവർ വരച്ചെങ്കിലും എവിടെയും പാമ്പിന്റെ ചിത്രം കണ്ടിട്ടില്ല. ഒരുപക്ഷെ അവർ പാമ്പിനെ കണ്ടിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ പാമ്പുണ്ടായിരിക്കില്ല. മനുഷ്യന്റെ ആന്തരിക അവയവങ്ങളുടെ ചിത്രങ്ങള്, മുഖംമൂടി ധരിച്ച നർത്തകരുടെ ചിത്രങ്ങളൊക്കെയാണ് മീസോലിത്തിക് സൈറ്റിൽ നിന്ന് നമുക്ക് എക്സ്ട്രാ ലഭിച്ചത്. മൺപാത്രങ്ങൾ പൊതുവെ ഈ കാലഘട്ടം ഇല്ലായിരുന്നു. പക്ഷേ ഗുജറാത്തിലെ ലങ്നാജിലും യു പിയിലെ മിർസാപൂർ, അതായത് ബലാൻ വാലിയിൽ നിന്നും മാത്രമാണ് നമുക്ക് മൺപാത്രങ്ങൾ ലഭിച്ചത്. അതൊരു എക്സെപ്ഷൻ ആണ്. ഇനി നമുക്ക് നിയോലിത്തിക് പീരീഡിനെ കുറിച്ച് പഠിക്കാം. അപ്പൊ ഇന്ത്യയിലെ 7000 BC മുതൽ 1000 BC വരെയുള്ള കാലഘട്ടമാണ് ഇത്. മുമ്പുണ്ടായിരുന്ന പോലെ തന്നെ ഹണ്ടിങ്ങും ഫുഡ് ഗ്യാതറിങ്ങും ഉണ്ടായിരുന്നു. പക്ഷേ അതുകൂടാതെ ഈ കാലഘട്ടത്ത് മൃഗങ്ങളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാനും തുടങ്ങി. അതായത് ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ മുമ്പ് ആനിമൽ കീപ്പിംഗ് ആണ്. അതായത് മൃഗങ്ങളെ തൻ്റെ ആവശ്യത്തിനടുത്ത് അതിന് ആവശ്യം കഴിയുമ്പോൾ അതിനെ വെറുതെ വിടും. അങ്ങനെ ഷെൽട്ടർ ചെയ്തിട്ട് കൂടെ താമസിപ്പിക്കലോ അങ്ങനെയല്ല. അവരുടെ ആവശ്യത്തിനെടുക്കും, അത് കഴിഞ്ഞാൽ അതിനെ വെറുതെ വിടും. ഇപ്പൊ അവരെന്ത് ചെയ്തു? ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവരതിന് വേണ്ട ഫുഡ്, അതിന്റെ കൂട്, അതിന് നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പം അതിനെ കൂടെ തന്നെ, മനുഷ്യന്റെ കൂടെ തന്നെ ഒരു മൃഗവും ഇപ്പൊ നമ്മൾ വീട്ടിലൊക്കെ ആനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലേ, ആട്ടിൻകൂട് ഉണ്ടാക്കുക, ആടിനെ സംരക്ഷിക്കുക, കോഴികള്. അപ്പം അതുപോലെ തന്നെ ഇവരും സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ഒരു തുടക്കമാണ് ഈ കാലഘട്ടം. അപ്പം മൃഗങ്ങൾ മാത്രമല്ല, ആവശ്യത്തിലധികം കൃഷിയും തുടങ്ങി. മുമ്പ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് മാത്രമായിരുന്നു ചെയ്തിരുന്ന കൃഷി. ഇപ്പം അതിൽ നിന്ന് മിച്ചം വരുന്നത് അടുത്ത വിളവിനെടുത്തു വെക്കാനും തുടങ്ങി. അപ്പൊ ഇവിടെ നിന്നാണ് ഇപ്പോൾ കാണുന്ന പോലെ ആധുനിക കൃഷിയിലേക്ക് ഒരു വികസനം വന്നത്. ഇപ്പൊ ഇതാണ് അതിന്റെ ഒരു തുടക്കം. കൃഷി തുടങ്ങിയതോടെ അവർ ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരതാമസം തുടങ്ങി. അപ്പൊ അവർ വീടുകൾ ഉണ്ടാക്കി തുടങ്ങി. വീടുകൾ വെക്കുന്ന പറഞ്ഞാൽ സർക്കുലർ ആയിട്ടുള്ള റെക്ടാങ്കുലർ ഷേപ്പിലൊക്കെയുള്ള മഡ് കൊണ്ടുണ്ടാക്കിയ വീടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അധികം വന്നിരുന്ന ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ അവർ ധാന്യപ്പുരകൾ ഉണ്ടാക്കി. ധാന്യപ്പുരകളിൽ മൺപാത്രങ്ങളിലായിട്ടായിരുന്നു അവർ സൂക്ഷിച്ചത്. അപ്പൊ മൺപാത്രങ്ങളുണ്ട്. അപ്പൊ ആ സമയത്ത് വന്നു? മൺപാത്രങ്ങളും വന്നു തുടങ്ങി. മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന പോട്ടേഴ്സ് വീൽ ഉണ്ടല്ലോ,
അതും നമുക്ക് ഒരു എവിഡൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ കാലഘട്ടത്താണ് നമുക്ക് പോട്ടേഴ്സ് വീലിന്റെ ഒരു എവിഡൻസ് കിട്ടുന്നത്. 6500 വർഷങ്ങൾക്ക് മുമ്പുള്ള പോട്ടേഴ്സ് വീലാണ് നമുക്ക് ലഭിച്ച ഏറ്റവും പഴക്കമുള്ള പോട്ടേഴ്സ് വീല്. അപ്പം ആ കാലഘട്ടം എന്ന് പറയുമ്പോൾ 4500 BC. പിന്നെ ടൂൾസ് ഒക്കെ നല്ല പോളിഷ്ഡ് ആയിരുന്നു. എല്ലുകൾ കൊണ്ടുള്ള ടൂൾസും അവർ ഉപയോഗിച്ചിരുന്നു. കൃഷിക്ക് ഉഴുവാൻ വേണ്ടിയിട്ട് അവർ സ്റ്റോൺ സെൽസ് ഉപയോഗിച്ചിരുന്നു. ഈ ഒരു ഷേപ്പിലുള്ള ഒരു ടൂളാണത്, സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ. പിന്നെ അവർ കൃഷി ചെയ്തത് മെയിനായിട്ട് റാഗി, മുതിര, അരിയൊക്കെയാണ്. ചിലപ്പോൾ അതായിരിക്കും അവരുടെ മെയിൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഹണ്ടിങ് കൂടാതെ അവർ ധാന്യമായി കഴിച്ചിരുന്നതിൽ മെയിൻ ഇതൊക്കെ ആയിരിക്കാം. പിന്നെ ചെറിയ കളിമൺ ശില്പങ്ങളും നമുക്ക് ലഭിച്ചു. അതായത് സ്ത്രീകളുടേത്, കാളന്റെ രൂപത്തിലുള്ളത്. അപ്പം അങ്ങനെയുള്ള ടെറാക്കോട്ട, അതായത് കളിമൺ ശില്പങ്ങളാണ് നമുക്ക് ലഭിച്ചത്, ചെറുത്. ഗ്രേവ് ഗുഡ്സ് ഓരോ കുഴിമാടത്തിലും പല ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് ലഭിച്ചത്. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? സൊസൈറ്റിയിൽ പല റാങ്കുകൾ ഉണ്ടായിരുന്നു, എല്ലാവരും സമന്മാരല്ല എന്നുള്ളത്. അപ്പൊ എന്തിന്റെ ബേസിലാണ് ഈ വേർതിരിവ് ഏറ്റക്കുറച്ചിൽ നമുക്ക് മനസ്സിലായിട്ടില്ല. ഇതേ ഒരു എഫക്റ്റ് നമുക്ക് വീടുകളിലും കാണാം. അതായത് വീടുകളുടെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു, വലിപ്പത്തിലൊക്കെ ഒരു വലുതും ചെറുതും എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. പല വീടുകളും പല സൈസിലായിരുന്നു. ഇനി നമുക്ക് നിയോലിത്തിക് സൈറ്റ്സ് ഏതെല്ലാം എന്ന് നോക്കാം. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. കാരണം പ്രിലിംസ് മാത്രമല്ല മെയിൻസിനും മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണിത്. അപ്പോൾ പ്രീ ഹിസ്റ്റോറിക് പീരീഡിലെ സൈറ്റ്സും അതിന്റെ ഇമ്പോർട്ടൻസും എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ്, അതായത് ഇപ്പോഴുള്ള പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ എന്ന ഏരിയയിൽ പണ്ട് ഹ്യൂമൻ സർവൈവലിന് പറ്റിയ ക്ലൈമറ്റ് ഒന്നും ആയിരുന്നില്ല, ഭയങ്കര ചൂടായിരുന്നു. പക്ഷെ അവിടെയുള്ള മെഹർഗഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഏറ്റവും പുരാതനമായ ഏറ്റവും വലുതുമായ ഒരു നിയോലിത്തിക് സൈറ്റ് ആണ് മെഹർഗഡ്. ഇവിടെയുള്ളൊരു കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിരുന്നു. ബാക്കിയുള്ള സൈറ്റില് മഡ് ഹൗസസ് ആയിരുന്നല്ലോ, മഡ് കൊണ്ടുള്ള വീടുകളൊക്കെ ആയിരുന്നപ്പോൾ ഇവര് മഡും ബ്രിക്കും കൊണ്ടുള്ള വീടുകളാണ് ഇവർ നിർമ്മിച്ചത്. ഇവരാണ് ആദ്യമായിട്ട് വീറ്റും ബാർലിയും കൃഷി ചെയ്തത്. ഇവർക്ക് ഈന്തപ്പഴം, അത്തിപ്പഴം എല്ലാം ഇവർ കൃഷി ചെയ്തിരുന്നു. പിന്നെ ഇവർക്ക് കുറേ ധാന്യപ്പുരകൾ ഉണ്ടായിരുന്നു. കുറേ ധാന്യപ്പുരകൾ ഉണ്ടെന്ന് പറയുമ്പം അത്രയേറെ ധാന്യങ്ങളും അവർക്ക് ഉണ്ടായിരുന്നതാണ്. ആവശ്യത്തിൽ പരം ധാന്യങ്ങൾ അവർ കൃഷി ചെയ്തിരുന്നു എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെ ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് നിയോലിത്തിക് പീരീഡ് എന്ന് പറയും. ഏറ്റവും പുരാതനമായ പോട്ടേഴ്സ് വീൽ ഉണ്ടല്ലോ, 4500 BC നമുക്ക് ലഭിച്ച, അത് ഈ ഗ്രാമത്തിൽ നിന്നാണ് നമുക്ക് ലഭിച്ചത്. പിന്നെ ഇവിടെയുള്ള ഗ്രാമങ്ങളിൽ തൊഴിലനുസരിച്ചിട്ടാണ് വേർതിരിച്ചിട്ടുള്ളത്. കാരണം ഓരോ ഗ്രാമത്തിൽ നിന്നും നമുക്ക് ഒരേ ടൈപ്പ് പണിയായുധങ്ങളാണ് ലഭിച്ചത്. ഒരു ഗ്രാമത്തിലെ ഒരു പെർട്ടിക്കുലർ ടൂള്, വേറൊരു ഗ്രാമത്തിൽ നമുക്ക് ലഭിക്കുന്നതൊക്കെ ഒരു പെർട്ടിക്കുലർ ടൂള്. അപ്പൊ നമുക്ക് ഓരോ ഗ്രാമത്തിലും ഓരോ തൊഴിൽ വെച്ചിട്ടാണ് അവർ സെപ്പറേറ്റ് ചെയ്ത് സ്റ്റേ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇവർക്ക് പ്രത്യേകതര ക്രാഫ്റ്റുകളൊക്കെ ഇവർ ചെയ്തിരുന്നു. പിന്നെയുള്ള ഒരു എക്സാമ്പിൾ ആണ് കശ്മീരിലുള്ള ബുർസ ഹോം, അതുപോലെ തന്നെ ഗുഫ്ക്രല്. അപ്പൊ ഈ രണ്ട് സൈറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഈ രണ്ട് സൈറ്റിലും മൈക്രോലിത്ത് ടൂൾ ഉണ്ടായിട്ടില്ല. പിന്നെ ഇവർ താമസിച്ചത് പിറ്റ്സിലായിരുന്നു, അതായത് കുഴി കുഴിച്ച് അതിനകത്തായിരുന്നു താമസിച്ചത്. അതാണ് ഇതിന്റെ രണ്ടിന്റെയും പ്രത്യേകത. അപ്പൊ നമുക്ക് ബുർസ ഹോമിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബുർസ ഹോമിനെ നമ്മൾ പ്ലേസ് ഓഫ് ബേർച്ച് എന്ന് പറയപ്പെടും. കാരണം ബേർച്ച് മരം കത്തിച്ച് അതിന്റെ എക്സ്കവേഷന് നമുക്ക് അതിന്റെ എവിഡൻസ് കിട്ടിയിരുന്നു. ബേർച്ച് മരങ്ങൾ ആ സമയത്ത് ധാരാളമായി കാണപ്പെടുന്ന ഒന്നായിരിക്കാനാണ് സാധ്യത. പിന്നെ ബുർസ ഹോമിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ അവര് ലേക്കിന്റെ സൈഡിൽ കുഴികൾ കുഴിച്ചിട്ടാണ് അവർ താമസിച്ചത്. തണുപ്പിനെ അതിജീവിക്കാനായിരിക്കണം അങ്ങനെ ചെയ്തത്. സെറാമിക്സിന്റെ വലിയ ശേഖരം നമുക്ക് കണ്ടുകിട്ടിയിരുന്നു. പിന്നെ അവരുടെ ടൂൾസ് പോളിഷ് ചെയ്ത സ്റ്റോൺ ടൂൾസ് ആയിരുന്നു. ബോൺ ടൂൾസ് ഇവർ ഉപയോഗിച്ചിരുന്നു. ബോൺ ടൂൾസ് പിന്നെ ഗുഫ്ക്രലിലും ഉണ്ടായിരുന്നു ബോൺ ടൂൾസ്. അവരും പോളിഷ് ചെയ്ത സ്റ്റോൺ ടൂൾസും തന്നെയാണ് ഉപയോഗിച്ചത്. പിന്നെ ഹണ്ടിങ്, ഫിഷിങ് അതൊക്കെയാണ് മെയിനായിട്ട് അവരുടെ ജീവിതമാർഗം. കൃഷിയെക്കുറിച്ച് അവർക്ക് അറിയായിരുന്നു, പക്ഷെ അവർ കൃഷി ചെയ്തിരുന്നില്ല. പിന്നെ അവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അവർ ഉപയോഗിച്ച മൺപാത്രങ്ങൾ ഭയങ്കര റഫായിട്ടുള്ള ഗ്രേ കളറിലുള്ള മൺപാത്രങ്ങളായിരുന്നു. മറ്റെവിടെയും കാണാത്ത പോലെ ബുർസ ഹോമിൽ നമുക്ക് കണ്ടുവന്നതെന്നാണ്, യജമാനൻ മരിച്ചാൽ അദ്ദേഹത്തിന്റെ കൂടെ തന്റെ വളർത്തുനായെ കൂടി കുഴിച്ചുമൂടും. അപ്പം അങ്ങനെയുള്ള ഒരു എവിഡൻസ് നമുക്ക് ബുർസ ഹോമിൽ മാത്രമാണ് ലഭിച്ചത്. കശ്മീരിലെ ഗുഫ്ക്രൽ എന്ന സൈറ്റ് കേവ് ഓഫ് പോട്ടേഴ്സ് എന്നറിയപ്പെടും. കാരണം കൂടുതൽ പോട്ടേഴ്സ് ആയിരുന്നു ഇവിടങ്ങളിൽ. അപ്പൊ നമുക്ക് എക്സ്കവേറ്റ് ചെയ്ത് കിട്ടിയത് കൂടുതൽ പല ടൈപ്സ് ഓഫ് പോട്ടറീസ് കിട്ടിയിട്ടുണ്ട്, പോട്ടേഴ്സ് വീല് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന് വെച്ചാണ് ഇതിനെ കേവ് ഓഫ് പോട്ടേഴ്സ് എന്നറിയപ്പെടുന്നത്. ബുർസ ഹോമിലെ പോലെ തന്നെ ഇവരും പോളിഷ് ചെയ്ത സ്റ്റോൺ ടൂൾസ്, ബോൺ ടൂൾസ് ഒക്കെയാണ് ഉപയോഗിച്ചത്. ഇവരും മൈക്രോലിത്ത് ടൂൾ ഉപയോഗിച്ചിരുന്നില്ല. ഈ രണ്ട് സൈറ്റ് ഒഴികെ ബാക്കി എല്ലാ സൈറ്റിലും മൈക്രോലിത്ത് ടൂൾ ഉണ്ടായിരുന്നു, അവർ ഉപയോഗിച്ചിരുന്നു. പക്ഷേ കശ്മീരിലെ ഈ രണ്ട് ലൊക്കേഷനിൽ മൈക്രോലിത്ത് ടൂൾ ഉപയോഗിച്ചിരുന്നില്ല.
ബീഹാറിലെ പട്നക്കടുത്തുള്ള ചിരാന്ത് എന്ന ലൊക്കേഷൻ ഉണ്ട്. അതാണ് വേറൊരു സൈറ്റ്. കശ്മീർ കൂടാതെ എല്ല് കൊണ്ടുള്ള ബോൺ ടൂൾസ് ഉപയോഗിച്ച വേറെ ഒരേയൊരു നിയോലിത്തിക് സൈറ്റ് ആണ് ഈ ചിരാന്ത്. അവർ മാനിന്റെ കൊമ്പ് ഉപയോഗിച്ചിട്ടാണ്, മാനിന്റെ ഹോൺ ഉപയോഗിച്ചാണ് ബോൺ ടൂൾസ് ഉണ്ടാക്കിയത്. ഇത് നിയോലിത്തിക് പീരീഡിന്റെ ലാസ്റ്റ് സ്റ്റേജിലാണ്, അതായത് ലേറ്റ് നിയോലിത്തിക് സൈറ്റ് ആണിത്. ലാസ്റ്റിലാണ് ഇത് ഡെവലപ്പ് ആയി വന്നത്. അലഹബാദിനടുത്ത് യുപിയിലെ കുൽദി ഹവ, മഹാഗര എന്നീ സൈറ്റ് ഉണ്ട്. അപ്പൊ അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ റൈസ് കൾട്ടിവേറ്റ് ചെയ്ത് എവിഡൻസ് കിട്ടിയിരുന്നു. പിന്നെ നോർത്ത് ഈസ്റ്റിലെ അസം ഹിൽസ്, ഗാരോ ഹിൽസ്, വിന്ധ്യ മലനിരകളിലെ കൈമുർ ഹിൽസ്, കർണാടകയിലെ മസ്കി, ഹല്ലൂർ, പിക്ലിഹൽ, തമിഴ്നാട്ടിലെ ഉത്നൂർ, രാജസ്ഥാനിലെ ഗാനേശ്വർ തുടങ്ങിയവയാണ് മറ്റു ചില പ്രധാന സൈറ്റ്. ഗോദാവരി നദിക്ക് സൗത്തിലായിട്ടാണ് ഏറ്റവും കൂടുതൽ നിയോലിത്തിക് സൈറ്റ്സ്, അതായത് 850 പരം സൈറ്റ്സ് നമുക്ക് ലഭിച്ചത്. ആന്ധ്രാപ്രദേശ്, തമിഴ്നാടു, കർണാടക എന്നീ ഏരിയ ആണ് കൂടുതലും. എന്തുകൊണ്ടാണ് ഇത്രയധികം സൈറ്റ്സ് എന്ന് വെച്ചാല് ഇവിടെയുള്ള സ്റ്റോൺസിന്റെ ലഭ്യതയായിരുന്നു ഈ ഏരിയന്റെ ഒരു പ്രത്യേകത. ഇവിടെയുള്ളവര് സെറ്റിൽ ചെയ്തിരിക്കുന്നത് കൂടുതലും ഗ്രാനൈറ്റ് ഹിൽസിന്റെ മുകളില്, നദീതീരത്ത്, പ്ലാറ്റ്യൂലൊക്കെ ആയിട്ടാണ്. ഇവർ കൂടുതൽ കൃഷി ചെയ്തിരുന്നത് മില്ലറ്റും പയറുവർഗ്ഗങ്ങളുമാണ്. ഈ സൗത്ത് ഇന്ത്യയിലുള്ള മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റ്സ് എന്ന് പറയുന്നത് ആന്ധ്രയിലെ ഉത്നൂർ, തമിഴ്നാട്ടിലെ കുപ്ഗൽ, കർണാടകയിലെ പിക്ലിഹല്ലാണ്. അപ്പൊ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റ്സ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെയൊക്കെ വലിയ ചാരക്കൂമ്പാരങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തിനായിരുന്നു ഇതെന്ന് വ്യക്തമല്ല. ചിലപ്പോൾ അത് മതപരമായ ചടങ്ങിനായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും ആയിരിക്കാം, അത് വ്യക്തമല്ല. നിയോലിത്തിക് ഏജിനെ നിയോലിത്തിക് റെവല്യൂഷൻ എന്നാണ് ഓസ്ട്രേലിയൻ ആർക്കിയോളജിസ്റ്റ് ആയ ഗോർഡൻ ചൈൽഡ് വിശേഷിപ്പിച്ചത്. കാരണം സ്റ്റോൺ കൊണ്ടുള്ള നിർമ്മിതികളുടെ ഒരു ഇന്നോവേഷൻ തന്നെയായിരുന്നു ഈ കാലഘട്ടത്തിൽ. കൂടാതെ ലാർജ് സ്കെയിലിൽ മൺപാത്രങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു തുടക്കം കൂടിയായിരുന്നു. മൃഗങ്ങളെ അവർക്ക് വേണ്ടതൊക്കെ പ്രൊവൈഡ് ചെയ്ത് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാനും തുടങ്ങി, കൃഷി തുടങ്ങി. അത് കാരണം അവർ സ്ഥലത്ത് സ്ഥിരതാമസം തുടങ്ങി. ആ നാടോടി ജീവിതത്തിൽ നിന്നൊരു മാറ്റം വന്നു. അപ്പൊ ഇങ്ങനെ ഭയങ്കര ചേഞ്ചസ് വന്ന ഒരു കാലഘട്ടമാണിത്. പിന്നെ സ്വയം പര്യാപ്തതയുള്ള ചെറുതായ ഗ്രാമങ്ങൾ ഉയർന്നു വന്നു. എല്ലാം കൊണ്ടും ഒരു വലിയ മാറ്റമായിരുന്നു ഈ കാലഘട്ടം. അപ്പൊ അതാണ് നിയോലിത്തിക് ഏജിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ ഇന്ന് സോലിത്തിക് പീരീഡും നിയോലിത്തിക് പീരീഡും കംപ്ലീറ്റ് ചെയ്തു. കൂടാതെ ഇതിന്റെ ആർട്ട് ആൻഡ് കൾച്ചർ പാർട്ടും ഇതിന്റെ കൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ചാൽക്കോലിത്തിക് പീരീഡിനെ കുറിച്ച് പഠിക്കാം.